സ്വാഭാവികം. കാക്കത്തൊള്ളായിരം സെക്രട്ടറിമാർ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെ എഴുതിക്കൊടുത്ത് അത് ട്രെയിൻ ചെയ്യിച്ച് തത്തമ്മേ പൂച്ച പൂച്ച എന്ന നിലയിൽ തള്ളിപ്പിക്കാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറ്റി. ഇപ്പോഴുമല്ല പ്രസംഗത്തള്ളാണെങ്കിൽ ദാസപ്പൻ രായാവ് ഒരുവിധം ഒപ്പിച്ചേനെ. പക്ഷേ നിയമസഭയിൽ ആരും എഴുതിക്കൊടുത്ത് പഠിപ്പിക്കാനുണ്ടാവില്ല. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കണം. അതിന് നല്ല ആശയ വ്യക്തത വേണം, ഭാഷാ ചാതുരി വേണം, ഹ്യൂമർ സെൻസ് ഉണ്ടാവണം, നല്ല കേൾവിശക്തിയും കാഴ്ചശക്തിയും വേണം. സർവോപരി ഇതിനൊക്കെ നല്ല ശാരീരിക ആരോഗ്യവും പരമപ്രധാനമാണ്. 82 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനല്ലാതെ മറ്റാരുണ്ടേ എന്ന് കാരണഭൂത പ്രൈവറ്റ് ലിമിറ്റഡിലെ എല്ലാ അടിമകളും ശതകോടികൾ ചെലവഴിച്ചല്ലേ നാട്ടാരോടെ വിളിച്ചു പറഞ്ഞത്. ബാലഗോപാലിൻ്റെ സ്ഥിതി ഇതിലും മോശമാണെന്നാ സുധാകരൻ സഖാവ് പറയുന്നത്. എന്നാലും എൻ്റെ ഭൂതമേ, എന്തൊക്കെയായിരുന്നു തള്ളലുകൾ. ഊരിപ്പിടിച്ച വാള്, പയ്യാമ്പലം കടലിൽ ചാടി തിരയിലകപ്പെട്ട 4 പേരെ ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ കരയിലെത്തിച്ച അഭിനവ ഹെർക്കുലീസ്, ഒലക്കയുടെ മൂട്. യഥാർത്ഥത്തിൽ പവനായി തീർത്തും ശവമായി.